ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു ഞായറാഴ്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ എല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. വിളിക്കുന്നുണ്ട്. പക്ഷേ ഈ സാരി കഴിഞ്ഞു. പക്ഷേ ഇതിനും അടിപൊളിയായിട്ടൊരു യെല്ലോ മൗൺ സാരി നമ്മുടെ ഈ എന്താ പറയുക, ഈ മെറ്റീരിയൽ തന്നെ വരുന്നുണ്ട്. ഒരു സുഖം എന്താ പറയുക കൊടുക്കാൻ. ഷോ അടിപൊളിയായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായി സാരി. അന്നയുടെ ഏത് സാരി എടുത്താന്നല്ല അന്നയുടെ ആദ്യം ഒന്ന് ചിന്തിച്ചു. അതെന്ന് ആ കുട്ടിയുടെ പിറന്നാളിന് കുട്ടിക്ക് ആരെന്താ ഡ്രസ്സാ? ആരെന്താ ഡ്രസ്സ്? എന്താ ആഹാ, കുട്ടിക്ക് പിറന്നാളിന് കിട്ടിയാൽ ആരെന്താന്നൊന്നും കുട്ടിക്ക് അറിയില്ല കേട്ടാ. അപ്പൊ പോയാലാ? ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ വളയാ നല്ല വാച്ച. മഴയല്ലേ നല്ല വാച്ച. സുള്ളൻ നല്ല വാച്ച് കെട്ടിയിട്ടേ പോകൂ. അങ്ങനെ രാവിലെ നമ്മൾ കക്കാട് അമ്പലത്തിട്ട് ഭയങ്കര വരിയെന്നൊരു ക്യൂ നിന്ന് തൊഴുതൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കഴിച്ചില്ല. ഷെബി ഒന്നും കഴിച്ചിട്ടില്ലല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർക്ക് പോകണം. വേണ്ടി നമ്മുടെ ചൂണ്ടിൽ ഒരു പുതിയ ശരവണയുടെ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നാളാണ് ഞങ്ങളത് കണ്ടത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഗുരുവായൂർക്ക് പോകണ വഴിയല്ലേ വെച്ചിട്ട് അവിടെ കയറിയിട്ടാം. അങ്ങനെ ദേ കുണുക്കിന് മസാല ദോശ, പൊന്നിനും മസാല ദോശ, അന്വേഷണം നേറോസ്റ്റ്, കുണിക്കുമ്പോഴേക്ക് നേറോസ്റ്റ്, എനിക്കൊരു സെറ്റ് ചപ്പാത്തിയുടെ. ഷെബി ആണെങ്കില്ല, ഞാൻ അറിഞ്ഞില്ല. അവൻ 10 കോഴിമുട്ട തിന്നിട്ടിരിക്കണം. അവൻ പിന്നെ അമ്പലത്തിലേക്ക് കയറുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ അമ്പലത്തിൽ ഫുഡ് കഴിക്കഴിഞ്ഞത് അവിടെ നിന്ന് 2 മൂന്ന് കഴിഞ്ഞാൽ വേണ്ട മരുവും കഴിക്കണില്ല. അതുകൊണ്ടാണ് ഇറങ്ങിയിട്ട്. സത്യത്തിൽ മരുന്ന് 10 കോഴിമുട്ട തിന്നിട്ടിരിക്കുന്നത് ഞാൻ പിന്നെ അറിഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെ നേരോസിനപ്പോൾ എനിക്ക് ഏത് ഹോട്ടലിൽ പോയാലും അവിടുത്തെ ഫുഡ് രുചിച്ചൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ടേസ്റ്റ് പക്ഷേ നല്ല ഫുഡായിട്ടോ. നല്ല നെയ്റോസ്റ്റും നല്ല ചട്നി നല്ല സാമ്പാറായിട്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ തിരുവനന്തപുരത്തുള്ളപ്പോൾ ഒരു ഗൗരി നിവാസ് ഹോട്ടലുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ദോശയുടെയൊക്കെ ടേസ്റ്റ് പോലെ ചട്നിയുടെ ടേസ്റ്റ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല ഫുഡാട്ടോ. നല്ല ക്ലീനാണ്, നീറ്റാണ്, നല്ല ഹോട്ടലാണ് കേട്ടോ. നമുക്ക് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഹോട്ടലിൽ ഇരിക്കാൻ ചില സ്ഥലങ്ങളൊക്കെ വേണ്ടല്ലോ, കൈ വാഷ് ചെയ്യുന്ന റൂമിൻ്റെ അടുക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കഴിച്ച ഫുഡ് നോക്കാൻ വരും. അങ്ങനെയുള്ള അവസ്ഥയുണ്ട്. പക്ഷേ ഇവിടെ നല്ല നീറ്റ് കാര്യമാണ്, പുതിയതാണല്ലോ. പക്ഷേ അതുപോലെ തന്നെ അവർ കൊണ്ട് നടക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. അങ്ങനെ ഇതേ കുണിക്കിടയിൽ നിന്ന് നെയ്റോസ്റ്റ് എടുത്ത് മേടിച്ചു, കുണുക്കനിൽ നിന്ന് മസാല ദോശ മേടിച്ച് കഴിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഓരോ വായ മേടിച്ച് കഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ചപ്പാത്തിക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ചപ്പാത്തിയൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഗുരുവായൂർ പോയി. ഗുരുവായൂരൊക്കെ തൊഴുത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ശോഭ സിറ്റി വന്നു കേട്ടോ. അപ്പോൾ എല്ലായിടത്തും പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ അവസാനം ഇവരനെ കൂടെ വിടാൻ ഇവരിവിടെ ഹാപ്പി കേട്ടോ. പക്ഷേ ഞാൻ ഇതൊന്നും ഇങ്ങോട്ട് വരണമെന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുണുക്കന് ഞാൻ ഒരു ട്രൗസറും ബനിയനൊക്കെ എടുക്കും. പക്ഷെ ഒന്നും എടുത്തില്ല. കുണുക്ക മുണ്ട് കൊടുത്തിട്ട് നടക്കണം കേട്ടോ. അങ്ങനെ കുണുക്കുകയും ഫ്രൈഡ് ചിക്കൻ മേടിച്ചു കൊടുത്തു. ഞാനും മുന്നും ഒരേ ഷെയ്ക്ക് കുടിച്ചു കേട്ടോ. കുറേ നാൾക്ക് ശേഷം ഞാൻ ഷെയ്ക്ക് കുടിച്ചു. 2 വാങ്ങിയുള്ളൂ. എല്ലാവരും ഷെയർ ചെയ്തു. ഇവർ 2 ചായ മേടിച്ചു കേട്ടോ. എനിക്ക് 1 ഗ്ലാസ് ചായ മേടിച്ചു. അത് ഷെബി പോയിട്ട് ടിക്കറ്റ് എടുത്തുണ്ടായിരുന്നു സിനിമയ്ക്ക്. എന്താ അപൂർവ പുത്രന്മാർ അങ്ങനെ എന്തോ ഒരു സിനിമയുടെ പേരായിരുന്നു കേട്ടോ. അത് സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തു. പിന്നെ ആശാൻ ടിക്കറ്റ് എടുക്കുമ്പോൾ നല്ല ലെവലിലേക്കുള്ള ടിക്കറ്റ് എടുക്കുള്ളൂ കേട്ടോ. ഞങ്ങൾ എടുക്കുമ്പോൾ സാധ്യത എടുക്കാറ്. അവൻ പോയി ടിക്കറ്റ് എടുക്കുമ്പോൾ ഇതൊക്കെ എടുത്തിട്ട് വരിക കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും സിനിമയൊക്കെ കണ്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ 9 മണിയായിട്ട് നമ്മുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അങ്ങനെ 9 മണിക്ക് എത്തിയപ്പോൾ നമ്മൾ രാവിലെ അമ്പലത്തിൽ നിന്ന് കിട്ടിയതൊക്കെ അന്നിട്ട് അവിടെ കെട്ടാൻ പോവാട്ടോ. അങ്ങനെ വീണ്ടും മുറ്റത്ത് സിറ്റ് ഔട്ടിൽ നെല്ലിനിറ എന്ന് പറയലോ അന്നായിരുന്നു കേട്ടോ. കക്കാടമ്പലത്തിൽ നെല്ല്. അപ്പോൾ ആ നെല്ലിൻ്റെ കതിര് കൊടുന്നിട്ട് കെട്ടിയിട്ടാണ് കേട്ടോ സിറ്റ് ഔട്ടിൽ. ഞങ്ങൾ രാവിലെ പോയത് കേട്ടോ അമ്പലത്തിലേക്ക്. രാവിലെ പോകുമ്പോൾ ഞാൻ എടുത്തു പോയ സാരി കേട്ടോ. നമ്മുടെ കൃപയിലുണ്ടായിരുന്ന ഒരു സാരി. ഇത് മുന്നേ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സാരി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാരികളിൽ ഒന്നായിട്ടാണ്. അപ്പം എൻ്റെ കയ്യിലിപ്പോൾ ഉള്ള സാരികളിലെ ഏറ്റവും ഫേവറേറ്റ് ഒരു സാരി എന്ന് പറഞ്ഞത് ഈ ഒരു സാരി കേട്ടോ. അതിന് മെയിൻ കാരണം ഞാൻ പറയുന്നുണ്ട്, ഇത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞെങ്കിലും എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെടാൻ കാരണം ഇതിൻ്റെ തുണി തന്നെയാണ് കേട്ടോ. ഇത്രയും മണിക്കൂർ എടുത്തിട്ട് നമുക്കൊരു ചില സാരി എടുത്ത് പുറത്ത് പോയല്ലോ വന്നതോട് മേത്ത് ഊരിട്ടാൽ മതി നമ്മൾ ചിന്തിക്കാണ്. പക്ഷേ ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, ഇതിൻ്റെ സത്യം പറഞ്ഞാൽ ഇതിനും നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ മെറൂണൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ട്. എടുക്കാൻ 3-4 പീസും കൂടി ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഒരു പക്ഷേ ഇതിനേക്കാളും ഈ സാരിയിലെ തീരെ അതിനാണ് ഭയങ്കര ഇഷ്ടമായിട്ട്. തടിയുള്ളവർക്ക് അതൊരു പ്ലസ് പോയിന്റ് ആണ്. ഈ സാരി ഉടുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫുള്ളായിട്ട് 1 മിനിറ്റ്. ഇതാ ഈ സാരി ഉടുത്തിട്ട് ഫുള്ള് ആ സ്റ്റിക്കർ വീട്ടിലടിക്കാൻ പറ്റില്ല.
അച്ഛൻ കണ്ട പേര് വെച്ചെടുത്ത് സ്റ്റിക്കർ ഒട്ടിക്കുന്നു കേട്ടോ. അല്ല അമ്മായി അച്ഛൻ കണ്ട ചീത്ത ഞാൻ ഒന്നും പറയില്ല. അതൊക്കെ നമ്മുടെ വീട് വൃത്തികേടാവല്ലേ ചെയ്യോണ്ട് ഇങ്ങനത്തെ കൊണ്ട് അടിച്ച എന്തായാലും അടിച്ചാ ചിഞ്ഞി അടിക്കണ്ട. ഫ്രിഡ്ജ് കൊണ്ട് ഒട്ടിച്ചോ? അപ്പോ ഇതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നമുക്ക് എന്തൊരു സുഖം എന്ന് പറയുന്നതിന്റെ മെറ്റീരിയൽ നോക്കി ഭയങ്കര രസമായിട്ട് ഈ സാരി എടുത്ത് കുറച്ച് വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നും നടന്നില്ല. ഞങ്ങൾ കുറേ നാൾക്ക് ശേഷം ഗുരുവായൂർ പോയി. അങ്ങനെ നമ്മൾ കക്കാടമ്പലത്ത് പോയി നെല്ലുന്നറ അങ്ങനെയൊക്കെ പറയില്ല, അതായിരുന്നു കേട്ടത്. അപ്പോൾ അവിടെ പോയി നെല്ലൊക്കെ മേടിച്ചത് പതിനെട്ട് കെട്ടാൻ വേണ്ടി പോകട്ടോ. അപ്പോൾ എന്താ പറയുക, അമ്പലത്തിൽ പോയി ഗുരുവായൂർ പോയി കക്കാട് പോയപ്പോൾ നമ്മളൊരു ചേച്ചീനാണ് കേട്ടോ. നമ്മൾ ഒരുപാട് ആൾക്കാർ നമ്മളെ കാണാറുണ്ട്, ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോ കാണാറുണ്ട്. നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്, നമ്മളോട് ഒരുപാട് ആൾക്കാർ വന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ചിലവർ നമ്മുടെ ലൈഫിൽ നമ്മൾ മറക്കില്ലല്ലോ. അങ്ങനത്തെ 2 പേരെ ഞങ്ങൾ കണ്ടു കേട്ടോ. കുറേ ആൾക്കാർ വന്ന് വേണ്ടി ചെയ്യാൻ വേണ്ടിയാണ്. എന്നാലും നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഇവരാരും എപ്പോഴും നമ്മളെ ഓർമ്മയില്ലല്ലോ. വേറെ ഒന്നുകൊണ്ടല്ല, ജസ്റ്റ് ഇഷ്ടമായിട്ട് ഞാൻ വീഡിയോ കാണാം. അപ്പോഴേ നമ്മൾ ചിലവർ നമ്മൾക്ക് തന്നെ അവരുടെ മുന്നിൽ സത്യം പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓടുന്ന വർത്തമാനം അവരോട് നന്നായി സംസാരിക്കണം. പക്ഷേ ഇങ്ങനെ ചിലവരോട് എനിക്കൊന്നും മിണ്ടാൻ പറ്റാറില്ല. നമ്മൾ ഒരു വിധത്തിൽ ഷോക്ക് അടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ. ഇന്നലെ ഞാൻ ഇന്ന് കക്കാടമ്പലത്തേക്ക് ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി എന്നോട് സംസാരിക്കുമ്പോൾ കണ്ണൊക്കെ നിറഞ്ഞ് കരയുക. കുണുക്കളോട് വല്യമ്മയാണ് കേട്ടാ സ്വയം അതിനോട് മോളെ അസുഖമൊക്കെ പറയാം. അപ്പം നമുക്കിങ്ങനെ അത് നമ്മുടെ ആരൊക്കെ ആവുക കേട്ടോ. ആരുടെ എന്താണ്ട് തോന്നി? തീർച്ചയായിട്ടും വലിയ പ്രായമൊന്നുമില്ല, എന്നാലും അവര് സ്ഥാനം എന്നേക്കാളും മൂത്തതാണ് മൂപ്പര്. കാരണം മൂപ്പര് ആ സ്ഥാനത്തിന് ചേച്ചി എന്ന നിലയ്ക്ക് എൻ്റെ മക്കളോടായാലും മോനെ കൊടുക്കുക വല്യമ്മയാണ് കേട്ടാ. വല്യമ്മ ഒരുപാട് തോന്നുന്നു മക്കളെ വീഡിയോസൊക്കെ കാണാൻ. അപ്പോൾ നമ്മൾക്ക് അവരിങ്ങോട്ട് പറയുമ്പോൾ നമുക്ക് ഇതിനൊന്നും മറുപടി ഇല്ല. അവരുടെ സ്നേഹത്തിന് നമുക്ക് മറുപടിയോ കാര്യങ്ങളോ ഇല്ല. ചേച്ചി ഞാൻ ഉണ്ടായത് വേറെ എന്തിലേക്ക് സത്യം ആ സമയത്ത് ഞാനൊരു ഷോക്ക് അടിച്ച പോലെയായിരുന്നു ചേച്ചിയുടെ ആ ഒരു സ്നേഹത്തിന് ഒരുപാട്. സത്യം പറഞ്ഞാൽ ഞാൻ വണ്ടിയിൽ ഞങ്ങൾ ഇന്നത്തെ ഫുൾ സംസാരം ചേച്ചിയെ പറ്റിയിട്ടായിരുന്നു. ഇങ്ങനെ ഒരാളെ ഞാൻ പൊന്നിനോടും ഇങ്ങനെ ഒരാളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെയും നമ്മളെ സ്നേഹിക്കുന്നവര് എന്തുകൊണ്ടാണ് ആ ഒരു സ്നേഹം എനിക്കറിയില്ല. അങ്ങനെ ആ ചേച്ചി കണ്ടു. അതേപോലെ നമ്മൾ ശോഭ സിറ്റിയിൽ പോയപ്പോൾ ശോഭ സിറ്റിയിൽ വെച്ചിട്ടൊരു ഫാമിലിയാണ്, ഭാര്യ ഭർത്താവ്. 500 നമ്മുടെ നാട്ടുകാർ തന്നെയാണ്. 500 ആദ്യം പൊന്നിനെ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടാവും. അവരും വന്നിട്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ അവർക്ക് നമ്മൾ അത്രയും അവർ ഇഷ്ടപ്പെട്ട ഒരാൾക്കാരോട് സംസാരിക്കുമ്പോൾ അവർക്ക് നമ്മൾ ചിലപ്പോൾ രക്തബന്ധങ്ങൾക്ക് പോലും ഇത്രയും സ്നേഹം ഉണ്ടാവുമോ എനിക്ക് അറിയില്ല. അവരെന്താണ് ഞങ്ങളെ സ്നേഹിക്കാനുള്ള കാരണം, എന്തുകൊണ്ടാണ് അവർ ഞങ്ങളെ ഇത്രയും ഇഷ്ടപ്പെടുന്നത് ഞങ്ങൾക്കറിയില്ല. പക്ഷേ നമുക്ക് ആ സമയത്തൊക്കെ നമുക്ക് ഒരു മരവിപ്പ് മാത്രമേ ഉള്ളൂ. അവരോടൊന്നും സംസാരിക്കാനില്ല. അപ്പം എന്തായാലും നിങ്ങളോട് അപ്പം സംസാരിക്കാൻ പറ്റി. ഇപ്പം ഞാൻ നിങ്ങളോട് പറയണം, ഒത്തിരി താങ്ക്സ് ഉണ്ട്. നിങ്ങൾ തരുന്ന ആ സ്നേഹത്തിനും സപ്പോർട്ടും ഒരുപാട്. ഞാൻ പറയും നമ്മൾ ഇത്ര വർഷമേ ഉണ്ടായുള്ളൂ, ഇത്ര വർഷമുള്ളൂ. അപ്പോൾ ആ വർഷങ്ങളിൽ നമുക്ക് കിട്ടിയ കുറച്ച് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ, അതല്ലേ ലൈഫിൽ ഏറ്റവും നമ്മൾ സ്നേഹിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവുക അല്ലേ. എനിക്കിപ്പോൾ ഒരു 4-5 വർഷം കൊണ്ട് എനിക്ക് ഒരുപാട് സംഭവം കാര്യങ്ങളൊന്നും നേടിയെടുക്കാൻ പറ്റിയില്ല. എന്നാൽ പോലും പക്ഷെ ഒരുപാട് ആൾക്കാർ മനസ്സിൽ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഓരോരുത്തരും മതി അവരുടെ സ്നേഹം. അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു അതിശയമായിട്ട്. അതേപോലെ ഗുരുവായൂർ വെച്ചിട്ടൊരു ഞങ്ങൾ കാർ പറയുമ്പോൾ ഗൾഫിലുള്ള ഒരു ചേച്ചിയെ കണ്ടു. ചേച്ചിയാണോ അനിയത്തിയാണോ അറിയില്ല. എന്തായാലും ചേച്ചിയെ കണ്ടു. ഗുരുവായൂരാണ് വീഴുന്നു. ഗൾഫിൽ ഒരാഴ്ചക്ക് ലീവിന് വന്നാൽ ആർക്കും ഹോസ്പിറ്റലൈസ്ഡ് എന്തായാലും വന്നാൽ അതാണ് ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ വീണ്ടും അവരെ വീണ്ടും കാണാൻ ആഗ്രഹിക്കും. അവരെ വീണ്ടും കണ്ടിട്ട് അവരോട് സംസാരിക്കാൻ നമുക്ക് തോന്നും. അങ്ങനത്തെ കുറച്ച് ആൾക്കാരാണ്. അപ്പോൾ ഒത്തിരി താങ്ക്സ്. നമുക്ക് ഈ തരുന്ന സപ്പോർട്ട് സ്നേഹം ഇനിയും വേണം. ഇത് വേറെ ഒന്നിനല്ല കേട്ടോ. പക്ഷെ എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കുകളില്ല. ഈ സ്നേഹത്തിന് പറയാൻ വാക്കുകളില്ല. അപ്പോൾ അങ്ങനെ അപ്പം ഈ ഒരു സാരിയുടെ ഇനി നമ്മുടെ കയ്യിൽ ഈ ഒരു മെറ്റീരിയൽ ഈ സാരി നമ്മുടെ കയ്യിൽ ഇനി നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ എന്നല്ല ആ യെല്ലോ കേട്ടോ. അത് ഭയങ്കര രസമാണ്. നമ്മളിപ്പോൾ ഞാൻ രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയതാണ്. പക്ഷേ എപ്പോഴും നമ്മൾ ഭയങ്കര ഫ്രഷായിട്ടിരിക്കും കേട്ടോ. അതേപോലെ ശോഭയിൽ ചേർന്ന ആ കുട്ടീനോട് പറഞ്ഞോട്ടെ, ചേച്ചി വീഡിയോയിൽ കാണുന്നേക്കാളും ഭയങ്കര നേരിട്ട് കാണാനാണ്. അങ്ങനെ പറഞ്ഞില്ല ചേട്ടാ.
കേട്ട മാതിരി തോന്നിയുള്ള കേട്ടില്ല കുശുമ്പ വായോ വീടെടുക്കുമ്പോ ഞങ്ങളെ പോണ് നൂല് തരാ എന്നിട്ട് വായോ ഈ സാരിനെ പറ്റി ഒരു അഭിപ്രായമൊക്കെ പറയാനേട്ടാ ഇങ്ങനെയാണ് എന്ത് ഡ്രസ് ഇട്ടാലും അനിയേട്ടനിൽ നിന്ന് കിട്ടുന്ന ഒരു അഭിപ്രായം അനിയേട്ടൻ പറയുമ്പോൾ ഒരു പോസിറ്റീവ് ഉണ്ട്. അത് 42 വയസ്സെന്ന് പറഞ്ഞപ്പോ ചേച്ചി അനിയത്തിയായിട്ട് മാറുമെന്ന് തോന്നും. അത്രക്ക് ചെറുപ്പായി മോളേനെ കണ്ട മൂത്ത മോള് അല്ല മുന്നിൽ കൂടി നടക്കുമ്പോ ചേച്ചി അനിയത്തിയാണോ തോന്നും. 32 വയസ്സപ്പോ ഉണ്ണിക്ക് തോന്നുന്നുണ്ട്. സത്യം വെറുതെ പറയല്ല. എനിക്കാണെങ്കിൽ ഒരു 55 വയസ്സ് 60 വയസ്സ് 55 വയസ്സ് കണ്ട തടിയൊക്കെ കുറഞ്ഞ് ദശയൊക്കെ അവിടെ ഇവിടെ തൂങ്ങി നേരം ദശയൊക്കെ പോയിട്ടാ ആള് ഇനി നാളോട്ട് ഞങ്ങൾ വീണ്ടും ഇന്നത്തെ ദിവസം ഞാൻ ഇഷ്ടത്തിന് ഫുഡൊക്കെ കഴിച്ചു. നാളോട്ട് വീണ്ടും നല്ല ഒരാഴ്ച നല്ല നിലയ്ക്ക് ഡയറ്റ് എടുക്കാൻ തീരുമാനിച്ചു. അതേപോലെ ഇത് വിത്ത് എന്ന് പറയാൻ ഇനിയിപ്പൊ എന്നോട് മോളാണോന്ന് ചോദിച്ചാലോ എന്നുള്ളൊരു പറഞ്ഞോട്ടെ ചേച്ചി ഈ തടി ഉണ്ടായിക്കോട്ടെ ചേച്ചി ഈ തടി കുറച്ചിട്ട് കുഴപ്പമില്ല പക്ഷെ നല്ല രസമുണ്ട് ചേച്ചി ഈ തടിയാണ് നല്ല രസമുണ്ട്. അപ്പൊ ഞാൻ വയ്യാത്തോണ്ടാണ് നമ്മൾ തടി കുറയ്ക്കുന്നത് വേറെ ഒന്നും അല്ലാതെ. അപ്പൊ ഈ സാരി അതേപോലെ ഞാൻ വെറുതെ പറയണ കാര്യമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങളിൽ വന്നതിൽ ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മാല എങ്കിലും നമ്മൾ ഞാൻ ആദ്യം കൂടി ഇടുന്ന ഒരു മാല സാരിക്ക് ഇടുന്നത് ഇതാണ് കേട്ടോ. അത് വേറെ നിങ്ങളോട് പറഞ്ഞോണ്ടല്ല കേട്ടോ. എന്തൊരു രസം കഴുത്തിൽ മാലൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര നമ്മളെ ലോക്കലില് തന്നെയാണ് ഭയങ്കര മഞ്ഞപ്പ് നിറം ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള. പക്ഷെ അതൊന്നുമല്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ ഒരു മങ്ങിയൊരു ഗോൾഡൻ്റെ ഷെയ്ഡിലാണ് വേണ്ടിട്ട്. അതിൻ്റെ ഒരു പിങ്ക് കളർ ഇതിലേക്ക് നല്ല പേസ്റ്റഡ് കളർ വേണ്ടിയാണ് കേട്ടോ. ലൈറ്റ് റോസ് ലൈറ്റ് നീലമൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നല്ല ഷിഫോണിൻ്റെ സാരിയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ചുരിദാറുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ നല്ലൊരു മാലും അതേപോലെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാനാണ് ഇതിൻ്റെ ഒരു കമ്മലും ഉള്ളത് കേട്ടോ. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ കൃപ ഇൻസ്റ്റാ പേജിലേക്ക് മെസ്സേജ് അതിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ മെസ്സേജ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇനി ബാക്കി ഞങ്ങൾ നാളെ സ്കൂളിലേക്ക് പോകാൻ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ രാത്രി എത്തുമ്പോൾ 9 മണി എൻ്റെ വീടെത്തുമ്പോൾ ഇങ്ങനെയുള്ള ബാക്കി ഡ്രസ്സൊക്കെ എനിക്ക് ഡ്രസ്സ് വാങ്ങണേക്കാൾ മുന്നേ ഈ ഒരു വീഡിയോ എടുക്കാൻ തോന്നി. അതുകൊണ്ടാണ് കേട്ടോ. ഈ ഒരു റീൽസ് എടുക്കാൻ തോന്നുന്നു നോക്കട്ടെ കേട്ടോ. തോന്നുമോ? അങ്ങനെ നമ്മളെ നമ്മുടെ പണികളൊക്കെ തുടങ്ങിയിട്ടാ. അപ്പോൾ അരി അടപ്പത്തിട്ട് തിളപ്പിച്ച് വേഗം ഇറക്കി വെച്ചതെന്ന് വെച്ചാൽ ഉണ്ണുകൾക്ക് സ്കൂളിൽ പോകുമ്പോൾ നേരത്തെ പോകണമല്ലോ. അപ്പോൾ വേഗമുണ്ട്. അപ്പോൾ അത് വീഡിയോ എടുക്കണ എനിക്ക് ശേഷം ഞാൻ ഇട്ടു. പിന്നെ പരിപ്പ് ഉപ്പിട്ടിട്ട് വേവിച്ചതിന് ശേഷം ഉപ്പിട്ടു കേട്ടോ. കുക്കറിലൊരു 3 വിസിലടുപ്പിച്ചിട്ട് പിന്നെ പരിപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് അതിൽ ഞാൻ ഉണക്കപ്പയർ വേവിക്കാൻ വെച്ചിക്കാട്ടോ. ഈ ഒരു കറി എത്ര പേരുണ്ടാക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ എൻ്റെ വീട്ടിലൊന്നും ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ. പരിപ്പും പടവലങ്ങയും ഉപ്പേരി വയ്ക്കും. പക്ഷെ കറിയായിട്ട് വയ്ക്കുമെന്ന് എത്ര ആൾ ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും അറിയാത്തവർക്ക് അതൊരു ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നില്ല കേട്ടോ. ടേസ്റ്റുള്ള കറിയാണ്, അതാണ് കാര്യം. അങ്ങനെ ഇതേ പടവലങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് സെറ്റാക്കി വെച്ച് കഴുകിയതാട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ അതിൻ്റെ ഉള്ളൊക്കെ ക്ലീനാക്കി എൻ്റെ ഉള്ളിലത്തെ കളഞ്ഞ് വീണ്ടും വെള്ളത്തിലിട്ട് കഴുകിയിട്ടോ. അങ്ങനെ 3-4 പ്രാവശ്യം കഴുകിയ പടവലങ്ങയാണ് കേട്ടോ. ഇത് കന്നം കുറഞ്ഞിട്ട് ഇങ്ങനെ കുഞ്ഞാക്കി കന്നം കുറഞ്ഞിട്ട് അരിയണം കേട്ടോ. എന്താ വെച്ചാൽ ഈ കുട്ടികളൊന്നും ഈ പടവലങ്ങ കഴിക്കില്ല ഇല്ലല്ലോ. പക്ഷേ ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ അവർ പോലും അറിയില്ല വലിയൊരു. പക്ഷേ പടവലങ്ങ സത്യം പറയില്ല ഉപ്പേരി വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള സാധനമല്ല കേട്ടോ. പടവലങ്ങയുടെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല ഉപ്പേരി എന്ന് വെച്ചാൽ. പക്ഷേ അത് ഇങ്ങനെ പരിപ്പ് കറി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ ഒരു 3 വലിയ തക്കാളി ഈ ഒരു കറി ഇരിക്കുന്നുണ്ട്. ഒരു കുഞ്ഞ പടവലങ്ങയും വലിയ 3 തക്കാളിയും ഇട്ട് പരിപ്പ് വേവിച്ച് കുക്കറിൽ വേവിച്ച് ചട്ടിയിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ തക്കാളിയും കൂടി അരിഞ്ഞതിന് ശേഷം നമ്മളിത് അടുപ്പിലേക്ക് വേവിക്കാൻ വെക്കുമ്പോൾ കേട്ടോ. ഈ ഒരു കറി ഉണ്ടാക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. ഭയങ്കര ഇതും ഒരു ഉണക്കിൽ വറുത്തത് ഒരു പച്ചമീൻ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അങ്ങനെ പടവലങ്ങയാണ് നമ്മൾ കഴിച്ച് പോകണമെന്ന് അറിയില്ല. കുഞ്ഞിതകര അത് വെന്ത് കഴിഞ്ഞ് ഉടഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല ചോറിലേക്ക് ഇത് കിട്ടുമ്പോൾ. അങ്ങനെ നമ്മൾ പച്ചക്കറിയൊക്കെ പരിപ്പിലേക്ക് ഇട്ടു, വെള്ളം ഒഴിച്ചു. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളകും പൊടിയാണ് കേട്ടോ. വേറെ ഒന്നുമില്ല. പിന്നെ കറിവേപ്പില ഉപ്പും അതിട്ടിട്ട് വെന്ത് വരുന്നോട് കൂടിയിട്ട് നമുക്ക് ആയിരിക്കും. അങ്ങനെ നമ്മൾ ഇതിലേക്കുള്ള അരപ്പ് ഉണ്ടാക്കണം. നാളികേരം ചുവന്നുള്ളിയും മാത്രം വെള്ളം ഒഴിച്ച് അരച്ചിക്കണതാണ് ഇതിലേക്കുള്ള അരപ്പ്. വേറെ ഒന്നും വേണ്ടതേ. ഒരു പിടിച്ച നാളികേരം, അതിൽ കുറച്ച് വെള്ളവും ഒരു 2-3 ചുവന്നുള്ളിയും കൂടിയിട്ട് നന്നായി അരച്ചെടുക്കുക കേട്ടോ. ഇതാണ് കേട്ടോ ഇതിലേക്കുള്ള അരപ്പ്. വേറെ ഒന്നും വേണ്ട.
അത് അരച്ചെടുക്കുന്നതിൻ്റെ ഉള്ളിൽ നമ്മൾ പയർ വേവിച്ച് വെച്ചിരുന്നു. അതിലേക്ക് ഞാൻ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ച്, ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചതച്ചിട്ടു. അതൊന്ന് മൂത്ത് വരുമ്പോൾ കുത്തിയ മുളക് ഇട്ട് കൊടുക്കുക, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ പയറുപ്പേരി റെഡി. പയർ മെഴുക്ക് പുരട്ടി പോലെയൊക്കെ വയ്ക്കൂട്ടെ. ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടം. ഞങ്ങൾക്കിത് ഇങ്ങനെ നല്ല എരിവൊക്കെ ഉണ്ടെങ്കിലാണ് ഉപ്പേരി ടേസ്റ്റ്. ഇന്നത്തെ ഉപ്പേരി ഉണ്ടായിരുന്നു ആ ചോറ് കൂട്ടി കഴിക്കാൻ. നല്ല ഉപ്പേരി കഴിക്കാൻ യോഗരി അത്ര തരി കഴിച്ചു. അങ്ങനെ എന്താണെന്നപ്പോഴത്തേക്കും നമ്മൾ അരപ്പൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് എങ്ങനെ തിക്നെസ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ്. നമുക്കിതൊരു ഒഴിച്ച് കറി പോലെയല്ല. അപ്പോൾ കുറച്ച് തിക്കുണ്ട്, എന്നാൽ തിക്നെസ് കൊണ്ട് കുറച്ച് വെള്ളം പോലെ കണ്ട ഈ ഒരു കട്ടിയിലേട്ടാ. അത് കഴിഞ്ഞ് നമ്മളിതിലേക്ക് കാച്ചി കൊട്ടുന്നത് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില ഇതൊക്കെ കൂടിയിട്ടാണ് കാച്ചി കൊട്ട് കഴിഞ്ഞ് നമ്മുടെ പരിപ്പ് കറി റെഡി. ഇനി ഇതിലേക്ക് ഉണ്ടല്ലോ ഇന്നൊരു മുള്ളന് വറുത്തതും കൂട്ടി കഴിച്ചപ്പോൾ മുള്ള വേറെ ലെവലാട്ടോ. അങ്ങനെ അവിടത്തേക്ക് കറിയൊക്കെ തിളച്ച് വന്നതിന് ശേഷം കാച്ചി കൂട്ടിയതിന് ശേഷം അത് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കേണ്ട. ഇതിലേക്ക് സത്യം പറഞ്ഞാൽ വല്ല മത്തി വറുത്തത്, മീൻ വറുത്തത് വേണം. ഈ ഒരു കറിക്ക് മെയിനായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. പപ്പടം കുഴച്ച് കഴിക്കാനൊരു രസമല്ലേ, ഈ കാര്യം കൂടി കുഴച്ച് കഴിക്കാൻ രസമാട്ടോ. കഴിച്ചു, ഞാൻ കണ്ടു, അതിന് ഞാൻ പറഞ്ഞ ടേസ്റ്റ് സ്മെല്ല് ഭയങ്കര സ്മെല്ല് അതിന് പപ്പടം കൂടി കുഴക്കുമ്പോൾ അതിന്. പിന്നെ നമ്മൾ ദോശയ്ക്ക് ചമ്മന്തിക്ക് ഇതേ സബോള ഇട്ടു. തക്കാളി പണിക്ക് ഒരാളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട ഉണ്ണികൾക്കും ആ ചേച്ചിക്ക് വേണ്ടി അങ്ങനെ ഇതേ തക്കാളി സബോള ഇട്ടു. അതിങ്ങനെ വണക്കി വന്നതോട് കൂടിയിട്ട് എനിക്ക് കുത്തിമുളക് ഇട്ടു, തുള്ളി വിനാഗിരി ഒഴിച്ചു, ഉപ്പ് ഇട്ടു കേട്ടോ. വേറെ ഒന്നും വേണ്ട. ഇതൊന്നായി വാട്ടിയിട്ട് ശേഷം ധരിച്ചെടുത്ത നമ്മുടെ ദോശയ്ക്കുള്ള ചമ്മന്തി. അങ്ങ് അപ്പുറത്ത് കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതേ ഉണ്ണികൾക്കുള്ള സ്നാക്സും എല്ലാം കേട്ടോ. അപ്പോൾ കുറച്ച് നട്ട്സായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടു. അപ്പോൾ ഇങ്ങനെ ചിട്ടയിൽ കുറച്ച് കൂടുതൽ കിട്ടും. അപ്പോൾ അതൊക്കെ പറക്കി അങ്ങനെ തന്നെ വെച്ചു. എന്നുവെച്ചാൽ അവർക്ക് ആവശ്യത്തിനല്ലേ വേണ്ട, ഒരുപാട് വേണ്ടല്ലോ. പിന്നെ 2 ഈത്തപ്പഴം കേട്ടോ. ഈത്തപ്പഴം കുണുക്കനും ഇഷ്ടമാണ്, കുണുക്കിക്കും ഇഷ്ടം കേട്ടോ. പിന്നെ ഒരു 4 അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുത്തു. പിന്നെ ഒരു 5-8 പിസ്ത തൊണ്ട് പൊളിച്ചിട്ട് അതും ഇട്ട് കൊടുക്കണം കേട്ടോ. നട്ട്സായിട്ട് അതാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നഗേറ്റ്സ് വറുത്തത് ചിക്കൻ നഗേറ്റ്സ് വറുത്തുണ്ടായിരുന്നു. അതും ഒരു 3 ശനം വെച്ച് കൊടുത്തു. അങ്ങനെ അവർക്ക് സ്നാക്സ് ഓക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ തിന്നുള്ളൂ എന്ന് വെച്ചു. പക്ഷെ അവർ മിക്കതും എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഒരു 3-2 പേർക്ക് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് കഴിച്ചാൽ രാവിലെ പ്രത്യേകിച്ച് അവരൊന്നും കഴിക്കാണ്ട് പോയി. രാവിലെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കഞ്ഞി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, കോഴിമുട്ട പോയി എന്നാലും കഴിക്കേണ്ട ഒക്കെ ചെയ്തൊക്കെ മുന്നിൽ മേശയുമ്പോൾ കൊണ്ടുവച്ച് കൊടുക്കും. പക്ഷേ ഈ വീട്ടുകൾ രാവിലെ ഒന്നും കഴിക്കാണ്ട് പോയി എന്താ ചെയ്യുക. കുണുക്കൻ കഴിച്ചതെന്നാൽ അപ്പോൾ കുണുക്കനെ നിർത്തി. അങ്ങനെ ഉച്ചയ്ക്കുള്ള ചോറിന് 2 അണക്കും ചോറ് ആക്കി. അതിലേക്ക് പയറുപ്പേരി കുറേശ്ശെ ഇട്ടു, തേരി അച്ചാറിട്ടു, ഒരു ഓംപ്ലേറ്റ് കണ്ട. അങ്ങനെ ഉച്ചത്തെ പിന്നെ കുറച്ച് പരിപ്പ് കറി കേട്ടോ. നമ്മൾ എന്തായാലും പരിപ്പ് കറി അവർക്കും ഇഷ്ടമാണ്. ഈ ഒരു പരിപ്പ് കറി കുണുക്കനും കുണുക്കിക്കും ഇഷ്ടമാണ്. അങ്ങനെ അതും മൂടി പിന്നെ നമ്മൾ പപ്പടം കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ ഡപ്പിൽ. അപ്പോൾ ഇത് അല്ലാതെ അവർ കഴിച്ചോളുന്നില്ല. അവർ ഏതാ കഴിക്കാമെന്നറിയില്ല. അവർക്ക് ആ സമയത്ത് എന്താണ് മൂഡ് കഴിക്കുക എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അതൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തേക്കും കേട്ടോ. അത് കഴിഞ്ഞാൽ അവരെ സ്കൂളൊക്കെ ആക്കിയതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്നു കേട്ടോ. മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു. അമ്പലത്തിൽ പോയി തൊഴുത് വന്നു. ഉണ്ണികൾ ഈ വീഡിയോ കാണാണ്ട് നോക്കേണ്ട കാര്യം ഞാൻ അവരില്ലാണ്ട് ഞങ്ങൾ എങ്ങോട്ടും പോകാറില്ല. പക്ഷേ ഞങ്ങൾ വീണ്ടും തൊട്ടടുത്തുള്ളൊരു അമ്പലം തന്നെയായിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് പോയി തൊഴുതു. അങ്ങനെ ഈ ഉണ്ണിയോടെ സ്കൂളിലൊക്കെ പറഞ്ഞു വെച്ചതിന് ശേഷം ഞങ്ങൾ നമ്മുടെ അടുത്തുള്ള ചെറുമ്പത്താവ് അമ്പലത്തിൽ വന്ന് തൊഴുത് ഇനി ചായ കുടിക്കണം. രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടതില്ല. അപ്പോൾ ചായ കുടിക്കണം. അപ്പോൾ ഇതേ അന്നേട്ടൻ്റെ ഒരു സുഖമില്ല എന്ന് പറഞ്ഞു. എന്താണ് ഏട്ടാ ഉണ്ണിയാളില്ലാണ്ട് എവിടെ പോവാൻ തോന്നുന്നില്ല. സ്കൂളിലേക്ക് ഇപ്പോൾ ഉണ്ണിയാളുടെ കൂടെ പോകുന്നുണ്ട് തോന്നുന്നു. ഉണ്ണോടില്ലാണ്ട് എളുപ്പമല്ല പുറത്തേക്ക് ഇറങ്ങി ചിലപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയാൽ കുഴപ്പമില്ല. അന്നേട്ടൻ പറഞ്ഞപ്പോൾ എന്താ വെച്ചാൽ അവിടെ 2-3 സ്കൂൾ വണ്ടിയുണ്ട്, അത് ഓടിക്കാൻ കിട്ടിയാൽ അവിടെ അങ്ങനെ അതൊക്കെ അമ്പലത്തിൽ തൊഴുതിന് ശേഷം ഞങ്ങൾ 2 പത്തിരി ഒരു പരിപ്പോട്ട് മേടിച്ചിട്ട് പരിപ്പോട് അതിനിടെ തിന്നുമ്പോൾ ഇത് തുണ്ട് ഞാനും മേടിച്ച് കഴിച്ചിട്ട് ഒരാഗ്രഹം. അതിനിടെ ഇനി മേടിക്കണ്ട കേട്ടോ. പത്തിരി ഓക്കെയാണ്. പത്തിരിയിൽ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതിന് വിത്തൗട്ട് ചായയാണ് കേട്ടോ. ഞങ്ങളുടെ രാവിലത്തെ ഫുഡാണ് ഈ ഒരു വിത്തൗട്ട് ചായയും ഒരു പത്തിരി. ഇതാണ് കേട്ടോ ഞങ്ങൾ രാവിലെ കഴിക്കുന്നത്. വേറെ ഒന്നും ഞങ്ങൾ വീട്ടിൽ നിന്നും ചായ കുടിക്കണില്ല കേട്ടോ. എല്ലാവരും വീട്ടിൽ നിന്ന് രാവിലെ കഴിച്ചൊരു ചായ ഉണ്ട്, അതൊന്നും ഇല്ല കേട്ടോ. ആകെ രാവിലെ കഴിച്ചിട്ട് 11 മണി കഴിഞ്ഞിട്ടില്ലേ, 10:30 നേരത്ത് ഞങ്ങൾ 2 കൂടി ചായ കുടിക്കുന്നത് കാണണം കേട്ടോ. അങ്ങനെ ആ പത്തിരി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, വെറുതെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പച്ചരി ചുട്ടെടുക്കുന്ന പത്തിരി, എണ്ണയിൽ മൊരിച്ച പത്തിരിയാണെങ്കിൽ ഞാൻ കഴിക്കില്ല കേട്ടോ. ചുട്ടെടുത്ത പത്തിരിയൊക്കെ തന്നെ കഴിക്കണമെന്ന് വെച്ചാൽ അതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല കേട്ടോ.
അങ്ങനെ ഒരു വിത്തൗട്ട് ചായ കണ്ട നല്ല ചായ. ആ ചായ കുടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു തലവേദനയൊക്കെ കുറഞ്ഞൊരു ഉണർവ് കിട്ടും. ഞാൻ ചായ കുടിക്കുന്ന ശീലമില്ലാത്ത വ്യക്തിയായിരുന്നു, പക്ഷേ ഇവിടെ നിന്ന് കുറച്ച് ചായ കുടിച്ചിരുന്നു. അങ്ങനെ ചായ കുടി കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ പൊന്നുവിൻ്റെ അവിടേക്ക് വന്നിട്ട് നമുക്ക് കൊറിയർ ചെയ്യാണ്ടായിരുന്നു. പിന്നെ എന്താ വീഡിയോ എടുക്കാണ്ടായിരുന്നു. പുതിയ സാരികളൊക്കെ നമുക്ക് പൊന്നുവിന് എന്നോട് തോന്നുന്ന കുശുമ്പ് എന്താണെന്ന് പറയും. ഞാൻ അമ്പലത്തിൽ പോയി വരുന്നത് പൊന്നിന് കുശുമ്പാട്ടാ. എന്താ വെച്ചാൽ അവളില്ലാണ്ട് പോയി എന്നിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടം അമ്പലത്തിൽ വരെ. പക്ഷേ അവൾ ഉണ്ണീനെ കൊണ്ടാക്കിയിട്ട് ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. അവർ ഉണ്ണിയോളെ 10 മണിക്കര കൊണ്ടൊക്കെ ഞങ്ങൾ 9 മണിയാകുമ്പോഴേക്കും ഞാൻ എന്നെ ഫ്രീ ആവും. 9-9:15 അവരെ നമുക്ക് സ്കൂളിലാക്കി. പിന്നെ അമ്പലങ്ങൾ ആ തൊട്ടടുത്തുള്ള അമ്പലത്തൊക്കെ പോയി ഒന്ന് തൊഴാൻ പറ്റുള്ളൂ. അമ്പലങ്ങൾ ഒരു 10 മണി വരെ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു സന്തോഷമല്ല അമ്പലത്തിൽ പോയി തൊഴുത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സിനൊരു ഉണർവാട്ടോ. അങ്ങനെ എനിക്കുള്ള ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് കേട്ടോ പൊന്നു കാർന്ന് എടുക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കണതിന് പൊന്നു ആ ചോറും കറിയൊക്കെ പൊന്നെടുത്ത് അങ്ങനെ ഞങ്ങൾ ഈ പൊന്നിൻ്റെ വീട്ടിൽ കയറിയില്ല കേട്ടോ. അപ്പോൾ ആ കുറി ഞാൻ പൊന്നിന് കൊടുത്തിട്ടു. എന്താ വെച്ചാൽ കാലത്ത് കുളിച്ച് കഴിഞ്ഞ് കാർത്തൂന് തൊടാൻ കുറിയില്ല. കാർത്തൂന് ഭയങ്കര ഇഷ്ടം കുളിച്ച് കഴിഞ്ഞ് ചന്ദനം തൊടാൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് പോയതിന് ശേഷം പിന്നെ അടുത്ത് നമ്മൾ ഷൂട്ട് തുടങ്ങിയിട്ട് അപ്പോൾ ഈ ഒരു സാരിയുടെ ഷൂട്ട് ചെയ്തിട്ടോ ഒരു അടിപൊളി ഓണ കളക്ഷനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വെറുതെ പറയട്ടോ ഒരു അടിപൊളി എന്ത് മെറ്റീരിയൽ എന്ന് പറയാം, ലിനൻ്റെ മെറ്റീരിയൽ, ആ ഒരു മെറ്റീരിയൽ തന്നെ ഒരു സാരി ആയിട്ടത്. അങ്ങനെ ആ ഒരു സാരി എടുത്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല അടിപൊളി സാരി കേട്ടോ. എന്താ വെച്ചാൽ ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ. കാണാൻ ഒരു വെറൈറ്റി ഉണ്ട്. അതിൻ്റെ പല്ലു കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിൽ കാണുന്നേക്കാളും അടിപൊളിയാണ് കേട്ടോ നേരിൽ കാണാൻ. ഓണത്തിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ സാരി കേട്ടോ. എന്നാൽ ഏത് മതി. ഇപ്പം വീണ്ടും പറയണം, ഏത് ഏജുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ സാരിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പൊന്നിൻ്റെ ഈ ഒരു സാരി. എനിക്ക് ഓൾറെഡി ഓഫ് വൈറ്റിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. അതേപോലെ നമ്മുടെ കൃപേര് ഈ മാല അടിപൊളി മാലയുടെ നമ്മുടെ കൃപേരുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കാം കേട്ടോ. അടുത്തത് നമ്മൾ ഈ ഒരു സാരിയാണ് കേട്ടോ. ഓണ കളക്ഷനിൽ അടിപൊളി ഒരു ഗോൾഡൻ കളറിലാണ് ഈ ഒരു സാരി പിന്നെ ഭയങ്കര രസമാട്ടോ. ഇപ്പോൾ ഒരു പാലക്കമാലി നമ്മൾ ഓണായിട്ട് നമ്മുടെ കൃപ ഇൻസ്റ്റാ പേജിൽ നമ്മൾ ഈ ഒരു പാലക്ക നാഗപടം നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കയറി നോക്കണം. 450 രൂപയ്ക്കാണ് ഈ ഒരു മാല നമ്മൾ ഓഫറിന് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും കയറിട്ടോ. ഇതിൻ്റെ പല കളറുണ്ട്. ഞാൻ പറയട്ടെ, സ്വർണ്ണത്തിൻ്റെ പോലെ നല്ല ഫിനിഷിങ്ങിൽ വരുന്ന ഒരു പാലക്കമാല കേട്ടോ. അടിപൊളി പാലക്കമാലാണ്. അപ്പോൾ നമുക്ക് കൂട്ടായിട്ട് ഒരു 5-6 ആൾക്കാർ ഇപ്പോൾ ഒരുപാട് തിരുവാതിരകളിയും കാര്യങ്ങളും ഒക്കെ ഉള്ളല്ലോ. അപ്പോൾ അവർക്കൊക്കെ പിറ്റൊരു അടിപൊളി പാലക്കയുടെ മാലയാണ്. നാഗപ്പടമാണ് കേട്ടോ വരുന്നത്. പാലക്കയിൽ നാഗപ്പടമാണ് വരുന്നത്. നല്ല രസമുള്ളൊരു മാലയാണ് കേട്ടോ. അപ്പോൾ ഇത് ഓണമായിട്ട് സെറ്റ് കൊണ്ട് മാത്രം എടുത്താൽ എങ്ങനെ ശരിയാവാല്ലേ? ഓണത്തിലൊക്കെ സെറ്റ് കൊണ്ട് കാര്യം സത്യം പറഞ്ഞാൽ അവരെ ചോറിനുള്ള നേരത്ത് മാത്രം. അത് കഴിഞ്ഞ് നമുക്ക് അങ്ങനെ പുറത്തേക്ക് പോകാനൊക്കെ നല്ല സോഫ്റ്റ് ഉള്ള സാരി വേണം. കാരണം നമുക്ക് അത്രയും കട്ടിലെ സാരി നമുക്ക് എടുത്തു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഡെയിലി കട്ടിയൊക്കെ പറഞ്ഞാൽ നമ്മള് സെറ്റ് കൊണ്ട് എടുത്ത് ഭക്ഷണം കഴിക്കാൻ ജസ്റ്റ് ഒന്ന് അമ്പലം പോവാം, 2 ഫോട്ടോ എടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഓണത്തിന്റെ ആവശ്യമില്ല, ഓണക്കോടിക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ അതേ ഗിഫ്റ്റായിട്ട് അമ്മയ്ക്കോ അനിയത്തിക്കോ ചേച്ചിക്കോ ആർക്കും വേണേൽ ഗിഫ്റ്റ് കൊടുക്കാം. ഒരു അടിപൊളി ബ്ലാക്ക് ആൻഡ് മെറൂണാണ് അല്ലേ, ഒരു മെറൂൺ കോമ്പിനേഷനിൽ വരുന്ന സാരിയാണ് കേട്ടോ. ബ്ലൗസ് വരുന്നത് മെറൂണാണ്, ജസ്റ്റ് ബ്ലാക്ക് ബ്ലാക്ക് ആകുമ്പോൾ ചെറിയൊരു ഇല പോലത്തെ ഒരു ഡിസൈൻ ബ്ലാക്ക് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൈ നമ്മളിങ്ങനെ വെച്ച് നോക്കുമ്പോഴേ കറക്റ്റ് കിട്ടണില്ല. അതുകൊണ്ടാണ് കേട്ടോ നമ്മളിത് അടിച്ചിടണതല്ലല്ലോ, നമുക്കൊരു പരിധി ഉണ്ടല്ലോ ജാക്കറ്റ് സെറ്റ് ചെയ്തിടണേലേ. അപ്പോൾ ഇതിൻ്റെ മുന്താടി കേട്ടെടുത്ത പോലെ മുന്താടി ഇങ്ങനെയാണ് കേട്ടോ. അതിനൊരു കുഞ്ചനും കാര്യങ്ങളും അതിന് ജസ്റ്റ് ഒരു നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ജസ്റ്റ് സ്റ്റോൺ വരുന്നുണ്ട് ഒരു കണ്ട. അത് ഇവിടെയൊക്കെ സ്റ്റോൺ വരുന്നുണ്ട് ചെറിയ തോതിൽ. പക്ഷേ അടിപൊളി ഭയങ്കര രസമാട്ടോ. അതേപോലെ നിങ്ങൾ ഒരുപാട് ആൾക്കാർ ചോദിച്ച മാല എനിക്ക് നമ്മൾ ഈ മാല ഇട്ടിട്ട് ഒരു 1/2 മണിക്കൂർ ആകുമ്പോഴേക്കും സ്റ്റോക്ക് ഔട്ട് ആയ മാലയാണ്. പിന്നെ 1 മാസം 1.5 മാസങ്ങൾക്ക് ശേഷമാണ് ഈ മാല റീസ്റ്റോക്ക് ചെയ്ത് പെട്ടിട്ട് കിട്ടാനില്ല. ഇപ്പൊ അപ്പോഴും നമ്മളിപ്പോ ആവശ്യപ്പെട്ട അത്രയും കിട്ടിയില്ല, വളരെ കുറച്ചെന്നെ കിട്ടിയിട്ടുള്ളൂ. എന്താ വെച്ചാൽ അവർക്ക് തന്നെ വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളത് നമ്മുടെ കൃപയിൽ കയറുക, ഇതിന്റെ ബാക്കിയുള്ള കളറാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് സാരി വന്നാലും അതില് യെല്ലോ കളറിന്റെ ഒരു ഇത് വരുന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തിരിക്കും. ഞാൻ എനിക്ക് പറ്റില്ലെങ്കിൽ ഞാൻ എടുത്ത് അടിച്ചിടും. അത് അതൊരു മസ്റ്റേർഡ് യെല്ലോ കേട്ടോ. ഒരു അടിപൊളി യെല്ലോ എല്ലാം വരുന്നത്. ഇതിന്റെ ബ്ലൗസ് ഇങ്ങനെ വരുന്നത് നോക്കി. പിന്നെ ഇത് പല്ലു കണ്ട
പല്ലു ഈ ഒരു കളറിലാണ്. അപ്പോൾ നമുക്കൊരു ലൈറ്റ് പച്ച കളർ ജാക്കറ്റ് ഇട്ടാലും നല്ല ഭംഗിയുണ്ടാവും ഈ ഒരു സാരിക്ക്. അതിൻ്റെ ബ്ലൗസും സെയിം തന്നെയാണ് കേട്ടോ. അതിനെ കണ്ട സെയിം കണ്ട ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ബ്ലൗസ് വരുന്നത്. കണ്ട അടിപൊളി സാരി കേട്ടോ. ഷൂ എന്ത് ഭംഗിയാ. പല്ലൊന്ന് എത്തിച്ചോട്ടെ. അങ്ങോട്ട് ഇത് വരുന്നത് ജോർജറ്റ് കേട്ടോ. ജോർജറ്റ് മെറ്റീരിയലാണ് വരുന്നത്. ജോർജറ്റ് മെറ്റീരിയലിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാനും ഉടുക്കാനും ഒക്കെ ഭയങ്കര സുഖം കേട്ടോ. നാശമില്ല. കഴുകിയാൽ കളർ പോകും അങ്ങനത്തെ ടെൻഷൻ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഷാമ്പു വാഷ് ചെയ്തിട്ട് ഇങ്ങനെ അഴയിലിട്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ വെള്ളം മാർന്ന് ഉണങ്ങി കിട്ടി കാണും. ഇസ്തിരി ചെയ്യേണ്ട അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ഈ ഒരു സാരിക്ക് വരുന്നില്ല കേട്ടോ. നമുക്ക് അടുത്ത കളർ കണ്ടാലോ പിന്നെ പൊന്ന ഇത് ഏത് കളറ്? ഡാർക്ക് മെറൂൺ. മെറൂൺ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് നല്ല മെറൂൺ കിട്ടണം കേട്ടോ. അല്ലെങ്കിൽ ഭംഗിയില്ലാത്തൊരു കളറ് ശരിക്കും മെറൂൺ. പക്ഷെ അതിൻ്റെ ഡാർക്ക് മെറൂൺ കിട്ടിയാണ്ടല്ലോ അത് വേറെ ലെവലാണ് കേട്ടോ. ഇതിൻ്റെ പല്ല് വരുന്നത് ഇങ്ങനെയൊക്കെയാണ്. ബ്ലൗസ് സെയിം തന്നെയാവും അല്ലേ? ഒന്ന് നോക്കിക്ക് പിന്നെ സെയിം തന്നെയാണോ? സെയിം ആണ് കേട്ടോ വരുന്നത്. കണ്ട സെയിം തന്നെയാണ് കേട്ടോ. ഒരു അടിപൊളി മെറൂൺ കളറിൽ വരുന്ന ഒരു കോമ്പിനേഷൻ. അതൊക്കെ അതിന് 3-4 ഷെയ്ഡ്മാരൊക്കെ ഉണ്ടെങ്കിൽ പല കളറിൽ എടുത്ത് കഴിഞ്ഞാൽ സുഖമായിരിക്കും. ഓണൊക്കെ ആയിട്ട് മാറി മാറി ഉടുക്കുകയും ചെയ്യാം. എനിക്ക് ഇഷ്ടമാട്ടെ ഇങ്ങനെ ഇതുകൊണ്ടൊക്കെ എനിക്ക് താവണി അടിച്ചിടാനും ഭയങ്കര ഇഷ്ടം. ഇതുകൊണ്ട് പട്ടുപാട് ഞാൻ പൊന്നിനും കുഞ്ഞിനൊക്കെ പണ്ട ഓർമ്മയുണ്ടാ ഇങ്ങനെ ജോർജറ്റിന്റെ ഒരു സാരി ഉണ്ടാവും കരിനീല ഓറഞ്ച് ഒക്കെ ഓർമ്മ. അതോടൊക്കെ ഞാൻ പൊന്നിന് പട്ടുപാട് അടിച്ചു കൊടുക്കാണ്ടിട്ട്. എന്താ വെച്ചാൽ പട്ടുപാവാട അടിച്ചാണ്ടല്ലോ ഫിഗർ അതുപോലെ കിട്ടും. ഈ തുണിയോടൊക്കെ പട്ടുപാടും ബ്ലൗസ് അടിച്ചല്ലോ. അത് പ്രത്യേകിച്ച് തടിയുള്ളവർക്കാണെങ്കിൽ തടിയെന്നല്ല ഒരു ഫിഗറൊക്കെ ഒതുങ്ങി നമ്മുടെ ഫിഗർ എടുത്ത് കാണിക്കുന്ന ഒരു മെറ്റീരിയൽ തുണിയാണ് ഈ ഒരു മെറ്റീരിയൽ. വീണ്ടും പറയണേ ഏത് ഏജുകാർക്ക് വേണമെങ്കിലും എടുക്കാൻ പറ്റും. അങ്ങനെ ഏത് ഏജിനും കാറ്റഗറി ഉണ്ട് സാരിക്ക്. പക്ഷെ ഇത് എല്ലാ ഏജുകാരനും പറ്റുന്ന ഒരു മോഡൽ സാരിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട കളറിലുള്ള ഒരു കളറൊന്നും അല്ല കേട്ടോ ഈ പീക്കോക്ക് കളർ. പക്ഷേ ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു പീക്കോക്ക് കളർ വന്നപ്പോൾ ഭയങ്കര രസം. അപ്പോൾ നമ്മളോട് ചോദിക്കും നിങ്ങൾ എന്തിനാ അങ്ങനെ പറയണത്, നിങ്ങൾക്ക് ഇഷ്ടം അപ്പോൾ മറ്റുള്ളവർ. പക്ഷെ ഞാൻ സ്വാഭാവികമായിട്ട് സത്യസന്ധമായിട്ട് പറയുന്നൊരു കാര്യമാണ്. നമ്മളെ ഇഷ്ടങ്ങളല്ലെങ്കിലും മറ്റുള്ള പലർക്കും ചിലവര് എന്റെ മേമ്മ കൂടുതലും ബ്ലൂ കളറുള്ള സാരി ഫുള്ളും പൂവിന്റെ ഓരോരുത്തർക്ക് ഓരോ കളറുകൾ. അമ്മ ഫുള്ളും മഞ്ഞ, എവിടെ പോയാലും മഞ്ഞ കളർ. എനിക്ക് ഏറ്റവും ഇഷ്ടം ബ്ലാക്ക്. പൊന്നു എവിടെ പോയാലും തപ്പണത് ബ്ലാക്ക്, പൊന്നിന്റെ അച്ഛൻ എവിടെ പോയാലും തപ്പണത് വൈറ്റ്. അപ്പൊ ഓരോരുത്തർക്ക് അതിന് ഓരോ കളറുണ്ടാവും. അപ്പൊ ഞാൻ ഒരിക്കലും ഇതിനൊരു അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളല്ല, ഈ നീലയിൽ ഒരിക്കലും അഡിക്റ്റ്. പക്ഷേ ഞാൻ ഒന്ന് പറയാം, ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു ബ്ലൂവിലും അതപ്പോൾ ഭയങ്കര രസമാട്ടോ. നമുക്ക് ഈ ഒരു അമ്പലങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഇത് കൊടുത്ത്. ഇന്നലെ സത്യം പറഞ്ഞാൽ നമ്മുടെ അമ്പലത്തിൽ കൊടുത്ത 2 സാരി എത്ര മണിക്കൂർ കഴിഞ്ഞാൽ ആ സാരി ഊരിയിട്ട് സത്യം പറഞ്ഞ രാത്രി 9 മണിക്ക് നമ്മൾ വീട് എത്തുന്നിട്ട് രാവിലെ 9 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് രാത്രി 9 മണിക്ക് അത്രയും മണിക്കൂർ ആ സാരി നമുക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങളുടെ കയ്യിൽ വരുന്ന സാരികളിൽ ഭൂരിപക്ഷം നിങ്ങൾ അങ്ങനത്തെ മെറ്റീരിയൽ ഇറക്കാനോ ശ്രമിക്കുക. വെച്ചാൽ നമ്മൾ ഈ യാത്ര ചെയ്യണവരെ ജോലിക്ക് പോകണവർക്കൊക്കെ ഈ സാരി ഇടുമ്പോൾ ഒരു ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഇരിക്കണം. അതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ സ്വത്തടി ഫ്ലൂട്ടപ്പോൾ നിങ്ങൾ വേറെ ഇഷ്ടമില്ലേ? നല്ല ഭയങ്കര ഫ്ലൂട്ടിട്ടാണ്. ഒരു പരിധി ഇല്ലേ അതോടെ ഞങ്ങൾക്ക് ഒരു പരിധി ഉള്ളതുകൊണ്ടാണ്. അതിനേക്കാൾ ഉപരി ഇപ്പൊ അച്ഛനും ഷേപ്പ് ഞങ്ങൾക്ക് ഇഷ്ടമാണ് എടുക്കാൻ. അവർ ഞങ്ങളൊന്നും പറയില്ല. അതെനിപ്പോ അവരിതിനപ്പുറം. പക്ഷെ ഞങ്ങൾക്ക് അലമാരിൽ വെക്കണേലും ഒരു ലിമിറ്റ് ഉണ്ട്. ഞങ്ങളെ അലമാരിൽ കയറുന്നതിനും ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മുടെ വീട് ഒരുപാട് വലുതൊന്നുമില്ല. അപ്പൊ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അത്രയും ഇതൊന്നും അടിക്കാത്ത. നമുക്ക് അടിക്കൂലി കൊടുത്ത് മേടിച്ചിട്ടിട്ട് നമുക്കത് കളയാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് സത്യം പറഞ്ഞു ഇതൊക്കെ ഒരുപാട് ഇഷ്ടം. പക്ഷെ ഇതൊന്നും ഞങ്ങൾ എന്തായാലും എടുക്കും കേട്ടോ. ഞാൻ 2 വെവ്വേറെ കളറിൽ എടുക്കുക. എന്താ വെച്ചാൽ അപ്പം ഞങ്ങൾക്ക് ചിലപ്പോൾ ഞങ്ങൾ ഒരേ കളർ എടുക്കണോ. നമുക്ക് ഓണത്തിന് ഒരേപോലെ എടുത്തിട്ട് നമുക്ക് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാം. ഓക്കെ, അടിപൊളി. അങ്ങനെ പൊന്നു ഷെബിയൊക്കെ അത് കാത്തിനും ഉണ്ടാക്കിയതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അപ്പോൾ അവർക്ക് വിശക്കണില്ല അവരോട്. അപ്പോൾ ഞങ്ങൾക്ക് ഇതേ വിശന്നു. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കലും പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനതേ ആ പ്ലേറ്റിൻ്റെ ചോറിൽ തന്നെയാണ് ചോറ് കൊടുത്തു. ഞാൻ കുറച്ച് ചോറും ഒരു കോഴിമുട്ട പൊങ്ങി എനിക്കും തന്നെയാണ് ഒരു കോഴിമുട്ട പൊങ്ങിയിട്ടാണ്.
പക്ഷെ നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ചോറിൽ ഒരു ഉപ്പേരി കുറച്ച് കൂടുതലിട്ടിട്ട് അങ്ങനെ നല്ല അടിപൊളി കറി കൂട്ടിയിട്ട് ഞങ്ങൾ ചോറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സാരി വേണ്ടവർ നമ്മുടെ കൃപ ഇൻസ്റ്റ പേജിൽ അല്ലെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ അടുത്ത് തന്നെ ഇതിൻ്റെ നമ്പറും ഡീറ്റെയിലും കൊടുക്കണം. ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ മാലയോ വളയോ അതേലെ സാരിയോ എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഓണത്തിന് അല്ലെങ്കിൽ ഈ നാഗപ്പഴം അടിപൊളിയുണ്ട്. അപ്പോൾ അത് വേണ്ടവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക. പോട്ടെ, ഓക്കെ, ബൈ.